യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് ശക്തമായിട്ട് നമ്മോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹൃദയം തുറക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വരുമ്പോഴാണ് മാനസാന്തരമുണ്ടാകുന്നത്, അനുതാപത്തിൻ്റെ കൃപ ലഭിക്കുന്നത്. വചനം കേൾക്കുമ്പോഴാണ് വിടുതൽ കിട്ടുന്നതും രോഗശാന്തികൾ സംഭവിക്കുന്നതും. ദൈവത്തിൻ്റെ വചനത്തിന് അത്ഭുതമായ ജീവനുമുണ്ട്, അത്ഭുതമായ ശക്തിയുമുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63. അവൾ ആത്മാവും ജീവനുമായ ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വരുമ്പോഴാണ് അനുതാപത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചേ മതിയാവത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സ്പർശിക്കാതെ നമുക്ക് പാപബോധം ഉണ്ടാവത്തില്ല. നമ്മൾ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുകയോ ദൈവസന്നിധിയിൽ കരയുകയോ ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം ഉണ്ടാകണമെങ്കിൽ വചനം കേൾക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ടുണ്ടാവണം. ആരെങ്കിലും നിലവിളിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഏതൊരു പാപിക്കും പശ്ചാത്താപം ഉണ്ടാകും, മാനസാന്തരത്തിലേക്ക് വരും. ബല കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ പാപികളുടെ മാനസാന്തരം നടക്കുകയുള്ളൂ. സ്വർഗം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എപ്പോഴാണ്? ദൈവം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എപ്പോഴാണ്? വചനം പറയുന്നു, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവും സ്വർഗത്തിലുള്ള ദൂതന്മാരും വിശുദ്ധാത്മാക്കൾ മുഴുവൻ സന്തോഷിക്കുക. നമുക്ക് ലോട്ടറി അടിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ സാലറിയുള്ള ജോലി കിട്ടിയാൽ, ലോകത്തിലെ ഏറ്റവും വലിയ വിലയേറിയ നോബൽ സമ്മാനം കിട്ടിയാൽ, ലോകത്തിൻ്റെ എന്തൊക്കെ നേട്ടങ്ങൾ നമ്മുടെ കൈവശം വന്നാലും സ്വർഗം സന്തോഷിക്കുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷേ ലൂക്കാ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുക. ഹല്ലേലൂയ. ദൈവം സന്തോഷിക്കുന്നത് പാപിയുടെ മാനസാന്തരത്തിലാണ്. പാപികൾ മാനസാന്തരപ്പെടുമ്പോൾ, അവർ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട് പാപം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സ്വർഗത്തിന് മുഴുവൻ. ഹല്ലേലൂയ. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ധ്യാനത്തിൽ നമ്മൾ കൂടി, അല്ലെ ഒരു വൺഡേ കൂടി, അല്ലെ ഒരു ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കർത്താവിൻ്റെ സ്പർശനം ഉണ്ടായി, അനുദപിച്ചു, കുമ്പസാരിച്ചു, ഈശോയെ സ്വീകരിച്ചു, അവിടെ കൊണ്ട് തീരുന്നില്ല. അനുദിനമുള്ള മാനസാന്തരം, നിരന്തരമായ പശ്ചാത്താപം, പ്രത്യേകിച്ച് കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ, വഞ്ചനകൾ, നമ്മുടെ സഹോദരങ്ങളോട് ചെയ്ത നീതികേട്, ദ്രോഹങ്ങൾ, ഇതൊക്കെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം, പരിഹാരം ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ.
അത് ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പശ്ചാത്തപിക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, നല്ല കുമ്പസാരം നടത്തുക, പൂർണ്ണമായിട്ടും ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 15-16 വചനം കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നിന്റെ പ്രവൃത്തികൾ, അത് പരസ്യമായിട്ട് ചെയ്തതും രഹസ്യമായിട്ട് ചെയ്തതും ഏത് ഇരുട്ടുമുറി ചെയ്ത പ്രവൃത്തിയും ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. 10,000 മടങ്ങ് പ്രകാശമുള്ള കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ. ആ കണ്ണുകൾ മനുഷ്യൻ്റെ സകല പ്രവൃത്തികളും കാണുന്നുണ്ട്. അവിടത്തേക്കെല്ലാം അറിയാം. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. ആത്മീയ കാര്യങ്ങളിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, കൂദാശ ജീവിതത്തിൽ നീ ഒരു ചൂടുള്ള വ്യക്തിയല്ല, തീഷ്ണതയുള്ള വ്യക്തിയല്ല. കർത്താവിന് വേണ്ടത് അങ്ങനെയുള്ളവരെയാണ്. ആത്മീയ കാര്യങ്ങളിൽ തീഷ്ണത, ഒരു ചൂടുള്ള വ്യക്തി. ഇവിടെ ചൂടുമില്ല, തണുപ്പുമില്ല. മന്നോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അപ്പോൾ മന്നോഷ്ണരായ ക്രിസ്ത്യാനികളെ അല്ല ഇന്ന് ദൈവത്തിന് ആവശ്യം. തീഷ്ണതയുള്ളവർ. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ഏലിയ ഏലിയ നീ ഇവിടെ എന്തെടുക്കുന്നു? ഏലിയ പറയുക, കർത്താവേ ഞാൻ അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ജ്വലിക്കുകയാ, തീഷ്ണത കൊണ്ട് ഞാൻ ജ്വലിക്കുകയാ. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ജ്വലിക്കണം. സഹോദര സ്നേഹത്തെക്കുറിച്ച് ഒരു ഉള്ളിലൊരു തീഷ്ണത കൊണ്ട് ജ്വലിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ഇത് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ ഉജ്ജ്വലിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. നീ ചൂടുള്ളവനാകണം. തണുത്തു മരവിച്ചിരുന്നാൽ പോരാ. ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കണം. പ്രാർത്ഥിക്കാൻ ഉത്സാഹം വേണം. വചനം വായിക്കാൻ, പഠിക്കാൻ ഉത്സാഹം വേണം. കൂദാശ ജീവിതം, അടുക്കലടുക്കൽ കുമ്പസാരിക്കുവാനൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ വലിയൊരു ദാഹമുണ്ടാകണം. കുമ്പസാരം എന്ന കൂദാശക്കായിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പാപങ്ങൾ അനുദപിച്ച് നമ്മൾ ഏറ്റുപറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുവിൻ്റെ പരിശുദ്ധ ചോരയാൽ നമ്മൾ കഴുകപ്പെടുകയാണ്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരു മഹാപാപിയായിരിക്കാം. കുമ്പസാരമെന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ പാപമോചനം ലഭിക്കുന്നു, ദൈവകൃപ കൊണ്ട് നിറയുന്നു, ആത്മാവിൻ്റെ അഭിഷേകം ചെയ്യപ്പെടുന്നു, പാപങ്ങൾ മുഴുവൻ മായ്ക്കപ്പെടുന്നു. ഒരു വിശുദ്ധനായിട്ടാണ് കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഒരു വ്യക്തി തിരിച്ചു വരുന്നത്. ഏറ്റവും വലിയ അത്ഭുതം ഇതാ. ഒരു പാപിയുടെ മാനസാന്തര ഏറ്റവും വലിയ അത്ഭുതം. എത്രയോ തിന്മയിൽ ജീവിച്ചവർ, കൊടും പാപങ്ങൾ ചെയ്തവർ, വളരെ മ്ലേച്ഛമായ ജീവൻ നയിച്ച എത്രയെത്ര വ്യക്തികൾ മാനസാന്തരപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു, ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കും. അതാണല്ലോ തളർവാദ രോഗിയോട് യേശു ഇപ്രകാരം പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കയുമെടുത്ത് നടക്കുക. പാപക്ഷമ ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് വരുമ്പോൾ മാരകമായ പല രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ വിട്ടുമാറും. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കടുത്ത വെറുപ്പും വിദ്വേഷവും ക്ഷമിക്കാൻ പറ്റാത്ത മേഖലയൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കണം. ക്ഷമിക്കണം, പാപം ഉപേക്ഷിക്കണം. നല്ലൊരു കുമ്പസാരം എത്രയും വേഗം നിങ്ങൾ നടത്തണം. അപ്പോൾ വലിയ കൃപയും സൗഖ്യവും അനുഗ്രഹവും, അതുമാത്രമല്ല
ശക്തമായ ഡെലിവറൻസ്, വിടുതൽ, പൈശാചിക ശക്തികൾ നമ്മളെ വിട്ടുപോകും. കുമ്പസാരം എന്ന കൂദാശയിൽ പാപമോചനവും സൗഖ്യവും അനുഗ്രഹവും, അതുമാത്രമല്ല പാപത്തിലേക്ക് വീഴാതിരിക്കാൻ തക്കവണ്ണമുള്ള ദൈവകൃപയുടെ സമൃദ്ധിയും നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ഏറ്റവും വലിയ കൂദാശയാണ് കുമ്പസാരം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 8-9 വചനം പറയുന്നു, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. എനിക്ക് പാപമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഒരു 1.5 വർഷക്കാലമായിട്ട് കോവിഡ് തുടങ്ങിയതിന് ശേഷം കുമ്പസാരമില്ല, പക്ഷെ എന്ന് പള്ളിയിൽ ചെന്നാലും കുർബാന സ്വീകരിക്കും. അങ്ങനെയുള്ളവർ ചിന്തിക്കണം, പാപം വെച്ചുകൊണ്ടാണോ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? വചനം പറയുന്നു, എല്ലാവരും പാപികളാണ്, മനുഷ്യരെല്ലാവരും പാപം ചെയ്ത് വഴിതെറ്റിപ്പോയിരിക്കുന്നു. പാപം ചെയ്യാത്തവരായിട്ടാരുമില്ല, നീതിമാനായിട്ട് ഒരുവൻ പോലുമില്ല. പിന്നെ പാപമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പാപമുണ്ട്, നമ്മളിൽ എല്ലാവരും പാപമുണ്ട്. ചെറിയ പാപങ്ങളാകാം, അത് പിന്നീട് ഒരുപക്ഷെ വലിയ പാപത്തിലേക്ക് പോകാം. പാപമില്ലാത്തവരാരും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് പാപം എനിക്കില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിക്കുകയും വാഗണ്ട് പറയുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവർ ദേവാലയത്തിൽ ചെന്നാൽ പോയി കുർബാന സ്വീകരിക്കും. ഹൃദയത്തിന് ഒരുക്കമോ വിശുദ്ധിയോ ഒന്നുമില്ലാത്തവർ, ഇത് അപകടകരമായ പോക്കാണ്. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അവിടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പാപങ്ങൾ നമ്മൾ ഏറ്റുപറയണം. ദൈവത്തോട് നേരിട്ട് ഏറ്റു പറഞ്ഞാൽ മതിയോ? പോരാ. സഭയിലൂടെ കുമ്പസാരമെന്ന വലിയ കുദാശ, വലിയ മഹത്വമേറിയ കുദാശ കുമ്പസാരം. വിശുദ്ധാത്മാക്കളൊക്കെ എല്ലാ ദിവസവും കുമ്പസാരിക്കുന്നവരുണ്ടായിരുന്നു. എല്ലാ ദിവസവും കുമ്പസാരിക്കുന്ന വിശുദ്ധാത്മാക്കൾ. കാരണം ഒരു പാപത്തിൻ്റെ ഒരു ചെറിയ തരി പോലും ഉള്ളിൽ ഉണ്ടാകരുന്ന ആഗ്രഹത്തിലാണ് അങ്ങനെയൊക്കെ അവർ വിശുദ്ധ ജീവിതം നയിച്ചത്. ക്രൈസ്തവർ നമുക്കൊരു പക്ഷേ അങ്ങനെയൊന്നും പറ്റിയെന്ന് വരില്ല, എങ്കിലും 2 ആഴ്ചയിലൊന്ന് അല്ലെ മാസത്തിലൊന്നെങ്കിലുമൊക്കെ അടുക്കലെടുക്കുക എപ്പോൾ സമയം കിട്ടുന്നോ കുമ്പസാരിക്കാനായിട്ട് നമ്മൾ കുമ്പസാരക്കുട്ടിലേക്ക് ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ലണം. ആര് കുമ്പസാരിക്കുവാനായിട്ട് ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി ഇത് പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് അവർക്കതിനുള്ള അവസരം ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കി കൊടുക്കും. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ, കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഈശോയുടെ മുൻപിൽ ആ പാപങ്ങൾ ഏറ്റുപറയുന്നത്. അവിടെ ഒരു കാര്യമുണ്ട്, പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് നമ്മൾ അവിടെ മുട്ട നിൽക്കുമ്പോൾ അനുതാപത്തോടെ ഏറ്റുപറയണം, കണ്ണുനീരോടെ ഏറ്റുപറയണം, ഹൃദയത്തിൽ ആഴമായ പശ്ചാത്താപം ഉണ്ടാവണം, പാപം ഇനി ഞാൻ ചെയ്യില്ലെന്ന് തീരുമാനമെടുക്കണം. അങ്ങനെ വേണം നമ്മൾ കുമ്പസാരക്കൂട്ടിൽ പാപങ്ങൾ ഈശോയുടെ ഏറ്റുപറയാനായിട്ട്. അവിടെ ഏറ്റുപറച്ചിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അപ്പോൾ തന്നെ സകല പാപങ്ങളും മായ്ക്കപ്പെടും. കർത്താവ് നിന്നെ കഴുകി വിശുദ്ധീകരിക്കും. അവിടുത്തെ തിരിച്ചോരയാൽ നീ വിശുദ്ധീകരിക്കപ്പെടും. അവിടുന്ന് നീതിമാനാ, അവിടുന്ന് കാരുണ്യവാനാ. നിന്റെ എല്ലാ അനീതികളിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും, മോചിപ്പിക്കും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കത്തില്ല. നമ്മളാണ് വ്യാജം പറയുന്നത്. പാപം ചെയ്തിട്ടില്ല എന്ന് നാം പറഞ്ഞാൽ നമ്മൾ വ്യാജം പറയും, നമ്മൾ കള്ളം പറയുന്നവരായിട്ട് മാറുകയാണ്. കള്ളം പറയാത്തവരാരും ഒന്നും തോന്നില്ല. പക്ഷെ മനഃപൂർവ്വം നമ്മൾ കള്ളത്തരങ്ങൾ കാണിക്കുകയും കള്ളത്തരങ്ങൾ പറയുകയും ആത്മവഞ്ചന ചെയ്യുകയൊക്കെ ചെയ്യാൻ അത് പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യമാവും. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവകൃപ നമ്മളിലേ നിന്ന് പൂർണ്ണമായിട്ട് സാവധാനം ചോർന്നു പോയിക്കൊണ്ടിരിക്കും.
ദൈവസ്വരത്തിനെതിരെ നിരന്തരമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ഹൃദയം കഠിനമായിട്ട് മാറും. ദൈവസ്വരത്തിന് നമ്മൾ കാതു കൊടുക്കണം. പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുവാനായിട്ട് മനസ്സ് കാണിക്കണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അനുതാപത്തിൻ്റെ ആ ഒരു നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. സ്വർഗം മുഴുവൻ നമ്മളെ ഓർത്ത് സന്തോഷിക്കട്ടെ. സങ്കീർത്തനം 38:18 പറയുന്നു, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെപ്പറ്റി അനുതപിക്കുന്നു. സങ്കീർത്തകൻ പറയുക, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. ദൈവത്തോട് ഏറ്റുപറയുക എൻ്റെ പാപങ്ങൾ. ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കുന്നു. അനുതപിച്ച് പാപങ്ങളെ ഏറ്റുപറയുക, അത് ആദ്യ പടിയാണ്. അടുത്തൊരു പടിയുണ്ട്. ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഇനി ചെയ്യില്ല എന്ന് തീരുമാനമെടുത്ത് അത് ജീവിതത്തിൽ നടപ്പാക്കാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. സങ്കീർത്തനം 38 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ആര് പാപം ഏറ്റുപറയുന്നുവോ അവരോടാണ് ദൈവം കാരുണ്യം കാണിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാപം മറച്ചു വയ്ക്കരുത്. ചിലർ കുമ്പസാരത്തിന് ചെല്ലും, ചില പാപങ്ങൾ ഏറ്റുപറയത്തില്ല, ചില പാപങ്ങൾ മറച്ചു വെക്കും. പാടില്ല, എല്ലാം തുറന്നേറ്റ് പറയണം. ആ കുമ്പസാരക്കൂട്ടിൽ അത് കരുണയുടെ ഉറവയാണ്. ദൈവ കരുണയുടെ ഉറവയാണ് കുമ്പസാരക്കൂട്. ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല, എല്ലാം തുറന്ന് ഏറ്റുപറയുക, കണ്ണുനീരോടെ ഏറ്റുപറയുക. എത്രയൊരു അനുഗ്രഹമാണെന്നറിയാം. സങ്കീർത്തനം 38:1 മുതലുള്ള വചനങ്ങൾ. കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. ഒരിക്കലും കർത്താവ് കോപത്താൽ നിറഞ്ഞ് നമ്മളെ ശിക്ഷിക്കത്തില്ല. അവിടുന്ന് കാരുണ്യമാണ്. അവിടുന്ന് പാപങ്ങൾ പൊറുക്കുന്നവനും പാപങ്ങൾ മറക്കുന്നവനുമാണ്. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ തൂത്തെറിയുന്നവനാണ്. മഞ്ഞുപോലെ നമ്മളെ അവൻ തൻ്റെ രക്തം കൊണ്ട് കഴുകി വെളുപ്പിക്കുന്നവനാണ്. നമ്മളോട് നിരന്തരമായിട്ട് കോപിക്കുകയോ നമ്മളോട് ശിക്ഷിക്കുകയോ ചെയ്യുന്നവനല്ല ദൈവം. ആ ഒരു ദൈവസങ്കല്പം തെറ്റാണ്. ദൈവം കാരുണ്യവാനാണ്, അവിടുന്ന് സ്നേഹമാണ്. ഹല്ലേലൂയ. അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു, അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല. നിന്റെ പാപമാണ് നിന്നെ വേട്ടയാടുന്നത്. സങ്കടപുസ്തകം 32:23. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് ഓർത്തുകൊള്ളുക. പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സാക്ഷിയുടെ സമാധാനം നഷ്ടപ്പെടും, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. ഈ അസ്വസ്ഥത നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. മനസ്സിന് സ്വസ്ഥതയില്ല, ഹൃദയത്തിന് സ്വസ്ഥതയില്ല, അബോധ മനസ്സിന് സ്വസ്ഥതയില്ല, ചിന്താമണ്ഡലത്തിന് സ്വസ്ഥതയില്ല. ആകെ നമ്മുടെ താളം തെറ്റും പാപത്തിൽ ജീവിക്കുമ്പോൾ. എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല. നിന്റെ അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകും നീ പാപം ചെയ്താൽ. കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു? നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് മാത്രമല്ല, നിന്റെ ശരീരത്തെ രോഗഗ്രസ്തമാക്കും. നിന്റെ അസ്ഥികളുടെ ബലം പോലും നഷ്ടമാകും. അസ്ഥികൾക്ക് ബലമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ ഒരു ഭാരമായിട്ട് മാറുകയാണ്. നിന്റെ ചിന്തയിൽ ഒരു ഭാരമായിട്ട് പാപം മാറുകയാണ്. അകൃത്യങ്ങൾ തലയ്ക്ക് മുകളിൽ ഒരു ഭാരമായിട്ട് മാറുകയാണ്. സത്യമല്ലേ? എത്രയോ പേരാ ഈ ഭാരവുമായിട്ട് ജീവിക്കുന്നവർ. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ, ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി, അതിശക്തമായ പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് വന്നു. വചനം ആഴത്തിൽ സ്പർശിച്ചു.
ഏണ്ട് 10-22 വർഷം കൂടിയാണെന്ന് കുമ്പസാരിക്കുന്നത്. കുമ്പസാരിക്കാൻ തന്നെ 1.5 മണിക്കൂർ എടുത്ത് ശരിക്കും ഒരുങ്ങി കുമ്പസാരിച്ചു. അത് കഴിഞ്ഞ് നടന്നതായ സൗഖ്യപ്രാർത്ഥനയിൽ അത്ഭുതകരമായിട്ട് ആ മകൻ്റെ രോഗങ്ങളെ എല്ലാം, നിരന്തരമായിട്ടുള്ള നട്ടല് വേദനയും അലർജി രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും ഒക്കെ കർത്താവ് സൗഖ്യമാക്കി. ഞാനിന്ന് ഓർക്കാണ്, അദ്ദേഹം പറയുകയാണ്, ആ കുമ്പസാരം കഴിഞ്ഞപ്പോൾ നെഞ്ചിൻ്റെ അകത്തുനിന്നൊരു വലിയൊരു കല്ല് എടുത്ത് മാറ്റിവെച്ചതുപോലെ ഒരു അനുഭവം. ശരീരത്തിന് മൊത്തം ഭാരം കുറഞ്ഞു, മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു, തലയുടെ ഭാരം കുറഞ്ഞു. നിന്റെ പാപം നിന്നെ ഭാരപ്പെടുത്തും. നിന്റെ പാപം നിന്റെ തലയുടെ മുകളിൽ ഒരു ഭാരമായിട്ട് മാറുകയാണ്. നിനക്ക് മാത്രമല്ല കേട്ടോ, അത് നിന്റെ തലമുറയ്ക്ക് നിന്റെ പാപം ഭാരമായിട്ട് മാറും. വ്യഭിചാരം, കൊലപാതകം, അബോർഷൻ, അന്യദൈവ ആരാധന, മ്ലേച്ഛതര പാപങ്ങൾ, സാമ്പത്തിക മേഖലയിലുള്ള വഞ്ചനകൾ, ഇതെല്ലാം, പലിശപ്പണം, ഇതെല്ലാം നിന്റെ തലമുറകൾക്ക് നാശമായിട്ട് മാറാനായിട്ട് പോവുകയാണ്. അനുതപിക്കുക, പശ്ചാത്തപിക്കുക, മടങ്ങി വരിക, ദൈവസന്നിധിയിലേക്ക് ഏറ്റുപറയുക. നീ അനുതപിച്ചേറ്റുപറഞ്ഞാൽ നിന്റെ പാപം എത്ര വലുതാണെങ്കിലും കർത്താവ് ക്ഷമിക്കും. എല്ലാം കർത്താവ് മറന്നുകളയും. കർത്താവിൻ്റെ ഹൃദയത്തിൽ നിനക്ക് ഇടം കിട്ടും. ഹല്ലേലൂയ. അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു. എൻ്റെ ഭോഷത്വം, ഭോഷനായി പാപം ചെയ്തു കൂട്ടുന്ന വ്രണങ്ങൾ അഴുകി നാറുക. പാപിയുടെ ഹൃദയത്തിൽ ചീഞ്ഞ ദുർഗന്ധമാണ്. മ്ലേച്ഛതയുടെ പാപങ്ങൾ, അശുദ്ധിയുടെ പാപങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. മ്ലേച്ഛത നിറഞ്ഞ മനുഷ്യർ. എൻ്റെ വ്രണങ്ങളൊക്കെ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞ് നിലം പറ്റി ദിവസം മുഴുവൻ വിലപിച്ചു കഴിയുന്നു. വിലപിക്കണം, കുനിഞ്ഞു വിലപിക്കണം. അതായത് കുമ്പിട്ട് ദൈവസന്നിധിയിൽ കമന്ന് വീണ് കിടന്ന പാപങ്ങളോർത്ത് നിലവിളിക്കണം, വിലപിക്കണം. കർത്താവേ, ചെയ്ത പാപങ്ങൾ മാപ്പ് തരണം. കഴിഞ്ഞ കാലങ്ങൾ, യൗവനത്തിൻ്റെ നാളുകളിൽ ചെയ്ത പാപങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, സ്വയംഭോഗം, മ്ലേച്ഛതകൾ, തിന്മകൾ, വിവാഹ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഭാര്യയെ വഞ്ചിച്ചു, ഭർത്താവിനെ വഞ്ചിച്ചു, എന്തെല്ലാം തിന്മകൾ. പശ്ചാത്തപിക്കുക, മടങ്ങി വരിക. എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു. എൻ്റെ ശരീരത്തിൽ തീരെ സൗഖ്യമില്ല. പാപം ചെയ്യുന്ന വ്യക്തി ഓർത്തുകൊള്ളുക, അത് നിന്റെ ശരീരത്തെ പൂർണ്ണമായിട്ട് തകർത്ത് കളയും. കുറ്റബോധം നിന്നെ വേട്ടയാടും. ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭ നിമിത്തം ഞാൻ നെടുവീർപ്പെടുന്നു. പാപം വേട്ടയാടുമ്പോൾ ഹൃദയത്തിൻ്റെ ക്ഷോഭം, മറ്റുള്ളവരുടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കോപവും ദേഷ്യവും വെറുപ്പും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കും. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല. ആഗ്രഹമറിയാം, പക്ഷെ ആഗ്രഹം ഒന്നും നടക്കുന്നില്ല. പാപം ഉപേക്ഷിക്കാതെ എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും നടക്കുക പ്രയാസമാണ്. അതുകൊണ്ട് പാപം ഉപേക്ഷിച്ച് നിൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. നിൻ്റെ തേങ്ങൽ ദൈവസന്നിധിയിൽ എത്തട്ടെ. എൻ്റെ ഹൃദയം തുടിക്കുന്നു, എൻ്റെ ശക്തി ക്ഷയിക്കുന്നു, കണ്ണുകളുടെ പ്രകാശം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്ധമായിരിക്കുന്ന കണ്ണുകൾ, സത്യത്തിൻ്റെ പ്രകാശം കാണാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല. എല്ലാ പാപങ്ങളും ദൈവസന്നിധി ഏറ്റുപറയണം. കുമ്പസാരക്കുള്ളിലേക്ക് അടഞ്ഞിരണം. കർത്താവിൻ്റെ അഭിഷേകത്തോടെ എല്ലാം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കണം. അടുക്കലടുക്കൽ കുമ്പസാരിക്കാതെ നിരന്തരമായിട്ട് 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട് വിശ്രുവാനം സ്വീകരിച്ച് ജീവിക്കുന്ന പലരുമുണ്ട്. കുമ്പസാരിക്കത്തില്ല. ഇത് തെറ്റാണ്, ഇത് അപകടകരമാണ്. ഞങ്ങളിൽ പലരും രോഗികളും ദുർബലരും മരിച്ചുപോയതിന് കാരണം ഇതാ. ആത്മീയ കൃപകൾ നഷ്ടപ്പെട്ടു. പിശാച് നിങ്ങളുടെ മേൽ പിടിമുറുക്കിയിരിക്കുക. ഒരു വിടുതൽ ആവശ്യമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങുക, പശ്ചാത്തപിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക. നീയും നിൻ്റെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. കുമ്പസാരം എന്ന കുദാശയുടെ വലിയ കൃപകൾ, അനുഗ്രഹങ്ങൾ കർത്താവ് നിൻ്റെ മേൽ ചൊരിയും. അതുമാത്രമല്ല, ശാപത്തിൻ്റെ നുഖങ്ങൾ കുമ്പസാരക്കൂട്ടിൽ വെച്ച് തകർക്കപ്പെടുകയാണ്.
ശരിക്ക് കണ്ണുനീരിൻ്റെ കുമ്പസാരമാണോ? നിന്റെ പാപദുശീലങ്ങൾക്ക് ആ കുമ്പസാരക്കൂട്ടിൽ വെച്ച് വിടുതൽ പരിശുദ്ധാത്മാവ് നൽകും. കുമ്പസാരം എന്ന കൂദാശയുടെ വലിയ മഹത്വം അത് തിരിച്ചറിഞ്ഞ് ഒരുങ്ങുക, നന്നായിട്ട് കുമ്പസാരിക്കുക, ഈശോയെ സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.